കേരളത്തിന്റെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തുന്ന നിക്ഷേപക ഉച്ചകോടിക്ക് കൊച്ചിയിൽ തുടക്കമായി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് കേരളം സമീപകാലത്ത് കൈവരിച്ച നേട്ടങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്ന് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, ലോകമറിയുന്ന വൻകിട നിക്ഷേപകർ ഉൾപ്പെടെ പ്രമുഖരുടെ സാന്നിധ്യം ഉച്ചകോടിയുടെ മാറ്റുകൂട്ടി. ഉച്ചകോടിയുടെ ആദ്യ ദിനത്തിൽ തന്നെ 850 കോടിയുടെ നിക്ഷേപവും സംസ്ഥാനത്തുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സാലി മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സാലി, പ്രൌഢോജ്വലമായ രീതിയിൽ തന്നെ ഉച്ചകോടി തുടങ്ങാനായി എന്നതിനൊപ്പം ആദ്യ ദിനം തന്നെ 850 കോടിയുടെ നിക്ഷേപവും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് കേരളം ഈ ആഗോള നിക്ഷേപ സംഗമത്തെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ 850ന്റെ കണക്ക് പുറത്തു വന്ന ഒരു കണക്ക് മാത്രമാണ്. ഇന്ന് ഒട്ടേറെ MOUകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൽ ആയിരക്കണക്കിന് കോടി രൂപയുണ്ട്. ഒന്ന് ഉദാഹരണമായി നമ്മൾ പറഞ്ഞു, ആസ്റ്റർ മെഡിസിറ്റിയുമായി ബന്ധപ്പെട്ട ആസ്റ്റർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് 850 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. 3 വർഷത്തിനുള്ളിൽ ആ പദ്ധതി നടപ്പാക്കും. ചെയർമാൻ ആസാദ് മൂപ്പൻ, ഡയറക്ടർ അനൂപ് മൂപ്പൻ എന്നിവർ മുഖ്യമന്ത്രി, മന്ത്രി പി രാജീവ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടാണ് ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അവരുടെ പദ്ധതി ഇങ്ങനെയാണ്: പുതുതായി 2 പ്രൊജക്ടുകൾ, 454 കിടക്കകളോട് തിരുവനന്തപുരത്ത് പണിയെടുപ്പിക്കുന്ന ആസ്റ്റർ ക്യാപിറ്റൽ, കാസർഗോഡ് ആസ്റ്റർ മിംസിൽ 256 കിടക്കകൾ, കൊച്ചിയിൽ ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ അധികമായി 962 കിടക്കകൾ. അങ്ങനെ വലിയൊരു പദ്ധതിയാണ് 850 കോടിയുടേതായി ഒപ്പുവെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പുറത്തു വന്ന ഒരു കാര്യം മാത്രമാണ്. ഒട്ടേറെ പദ്ധതികൾ ഇന്ന് ഒപ്പുവെച്ചിട്ടുണ്ട്. പലതിന്റെ MOU അണ്ടർ പ്രോസസിംഗിലാണ്. അതിലൊന്ന് ഞാൻ പറയാം. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് 3000 കോടി രൂപയോളം കേരളത്തിൽ നിക്ഷേപം കൊണ്ടുവരുമെന്ന വിവരം കോ ഫൌണ്ടർ ആൻഡ് ഡയറക്ടർ ഫർഹാൻ യാസീൻ മുഖ്യമന്ത്രി നേരിൽ കണ്ട് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ കരാറുമായി ബന്ധപ്പെട്ട നടപടിക്രമം നാളെ നടക്കും എന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത്. ഇത് ഔദ്യോഗികമല്ല, അനൌദ്യോഗികമാണ്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ ഇപ്പൊ നമുക്ക് ഔദ്യോഗികവും അനൌദ്യോഗികമായി നമ്മളിപ്പോ പറഞ്ഞത് തന്നെ 3852 കോടി രൂപയുടേതുണ്ട്. ഇതിനപ്പുറം ഒട്ടേറെ MOUകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ സംക്ഷിപ്ത രൂപം നാളെ ഇതിന്റെ അന്തിമ ചടങ്ങിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയോ വ്യവസായ മന്ത്രിയോ മാധ്യമങ്ങളെ കണ്ട് അറിയിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അസിത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിന്റെ ഭാവി വികസന പ്രതീക്ഷകളെ അല്ലെങ്കിൽ നിക്ഷേപ പ്രതീക്ഷകളെ വാനോളം ഉയർത്തുന്ന ഒരു പരിപാടി തന്നെയാണ് ഈ ഉച്ചകോടിയായി ഇവിടെ നടന്നുവരുന്നത്. ഇന്ന് ആദ്യ ദിവസം പിന്നിട്ടിരിക്കുന്നു. രാവിലെയായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. അങ്ങേയറ്റം പ്രൌഢഗംഭീരമായിരുന്നു ചടങ്ങ്. നമ്മളൊക്കെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി കേരളത്തിന്റെ ഈ സമീപകാലത്ത് അടിസ്ഥാന വികസന രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ എണ്ണി പറഞ്ഞു. കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരാൻ നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ട് വരാം. ഇവിടെ ഏറ്റവും സൌഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് ഇവിടെ തിങ്ങിക്കൂടിയിരുന്ന ഏതാണ്ട് 5000-ഓളം വരുന്ന രാജ്യത്തിനകത്തും സംസ്ഥാനത്തിനകത്തും രാജ്യത്തിന് പുറത്തുമുള്ള നിക്ഷേപകരോട് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ ചടങ്ങിൽ പങ്കെടുത്ത ആളുകൾ അങ്ങേയറ്റം പ്രൌഢഗംഭീരമായിരുന്നു എന്ന് അടിവരയിട്ട് പറയാൻ കാരണം 3 കേന്ദ്രമന്ത്രിമാർ, 2 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, മന്ത്രിതല സംഘം, സംസ്ഥാനത്തെ ഒട്ടുമിക്ക മന്ത്രിമാരും, സംസ്ഥാനത്തെ പ്രമുഖരായ രാജ്യത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന, ലോകത്ത് തന്നെ അറിയപ്പെടുന്ന വൻകിട നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ള ഒട്ടേറെ നിക്ഷേപകർ, ആയിരക്കണക്കിന് കോടി പല രാജ്യങ്ങളും നിക്ഷേപിച്ചിട്ടുള്ള ആഗോള പ്രശസ്തരായ നിക്ഷേപകർ, അവരുടെയൊക്കെ സാന്നിധ്യമായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതായാലും നമ്മൾ പ്രതീക്ഷയിലാണ്. നാളെ അതിന്റെ കണക്കുകൾ പുറത്തുവരും. അതുമായി ബന്ധപ്പെട്ട വേണ്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നാളെ വൈകിട്ടോടുകൂടി ഏതാണ്ടൊരു കണക്ക്, ഏകദേശം ഒരു കണക്ക് പുറത്തുവരും. ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപത്തിന്റെ വാഗ്ദാനങ്ങൾ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും സർക്കാരിന് മുമ്പിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അസിത, തീർച്ചയായും സാലി മുഹമ്മദ്, സാലി പറഞ്ഞതുപോലെ തന്നെ കേരളം എന്ത് പ്രതീക്ഷിച്ചോ ഈ ആഗോള ഉച്ചകോടിയിലൂടെ അത് ഇതിനോടകം തന്നെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ആ ലക്ഷ്യത്തിലേക്ക് കേരളം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിരവധി നിക്ഷേപങ്ങൾ ഇതിനോടകം തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒപ്പുവെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഔദ്യോഗിക വിവരങ്ങൾ. അതിപ്പോൾ 850 കോടിയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടാണ് പുറത്തു വന്നതെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഇന്നത്തെ ഈ ഉദ്ഘാടനം വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള പ്രതിനിധികൾ, കേന്ദ്രമന്ത്രിമാർ, അങ്ങനെ പ്രൌഢോജ്വലമായ വേദിയിൽ നടന്ന കേരള ഗ്ലോബൽ സമ്മിറ്റ് എന്ന ചരിത്ര സന്ധ്യയുടെ ഉദ്ഘാടനം, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, മുഖ്യമന്ത്രിയുടെ അടക്കം പ്രതികരണം, വിശദമായ റിപ്പോർട്ട് കൂടി കാണാം. അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് കുതിച്ചുചാട്ടത്തിനാണ് കേരളം സമീപകാലത്ത് സാക്ഷ്യം വഹിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മാനവശേഷി വികസനത്തിൽ അസൂയാർഹമായ വളർച്ചയാണ് കേരളം കൈവരിച്ചത്. ഈ നേട്ടങ്ങൾ വ്യാവസായിക ഉൽപാദന മേഖലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. Coming to Kerala will have to face the problem of procedural delays
and meet the barriers of red tape. We have made major strides in simplifying procedures as regards investments. Let me also state that we take criticism in our stride and try to understand what remains to be done in our march forward and making Kerala an investment destination. We have an end-to-end approach with a holistic perspective to implement our plan, not incrementally but substantially. ഉദ്ഘാടന ചടങ്ങിൽ വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷനായിരുന്നു. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൌധരി എന്നിവരും സംസാരിച്ചു. UAE സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തുക് അൽമാരി, ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ അദൈൽ ഫക്രു എന്നിവരും കേരളത്തിന്റെ നിക്ഷേപക സ്വപ്നങ്ങൾക്ക് പിന്തുണയുമായി എത്തി. മന്ത്രിമാരായ VN വാസവൻ, MB രാജേഷ്, GR അനിൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രമുഖ വ്യവസായി MA യൂസുഫ് അലി, CII പ്രസിഡന്റ് സഞ്ജീവ് പുരി, അദാനി പോർട്സ് MD കിരൺ അദാനി തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ, ആഗോളതലത്തിലുള്ള ബിസിനസ് നയകർത്താക്കൾ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 28 പ്രത്യേക സെഷനുകൾ, 6 രാജ്യങ്ങളുടെ സഹകരണം, 3000 പ്രതിനിധികൾ തുടങ്ങിയവ ദ്വിദിന ഉച്ചകോടിയുടെ ആകർഷണങ്ങളാണ്. തെരഞ്ഞെടുത്ത കമ്പനികൾ, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പൊതുമേഖലയിലെ കരകൌശല സ്ഥാപനങ്ങൾ, കമ്പനികൾ എന്നിവയുടെ പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും 2 ദിവസങ്ങളിൽ ഉടനീളം ഉച്ചകോടിയുടെ ഭാഗമാകും. ഒപ്പിട്ട കരാറുകളുടെയും ഉറപ്പായ വാഗ്ദാനങ്ങളുടെയും വിവരങ്ങൾ നാളെ പുറത്തുവിടും. കേരളത്തിന്റെ ആഗോള നിക്ഷേപ സൌഹൃദ അന്തരീക്ഷം ആഗോള നിക്ഷേപകർക്ക് മുന്നിൽ അവതരിപ്പിക്കുക വഴി വലിയ പ്രഖ്യാപനങ്ങളാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ തന്നെ പ്രശസ്തരായ ഒട്ടേറെ നിക്ഷേപകർ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യം തന്നെയാണ് കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ഏറ്റവും വലിയ ഘടകം. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്. കേരളത്തിന്റെ വികസന പദ്ധതികൾക്ക് പിന്തുണ വാഗ്ദാനം ചെയ്ത കേന്ദ്രമന്ത്രിമാരും ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ ഉദ്ഘാടന വേദിയിലാണ്. കേരളത്തിലെ നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിമാർ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തത്. കേരളത്തിൽ തുടങ്ങാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചും കേന്ദ്രമന്ത്രിമാർ ചടങ്ങിൽ വിശദീകരിച്ചു. കൊച്ചിയിൽ നടക്കുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഓൺലൈനായി പങ്കെടുത്ത കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ ആദ്യം അഭിനന്ദിച്ചത്. ടൂറിസം രംഗത്ത് കേരളം വലിയ പുരോഗതി കൈവരിച്ചുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വികസന രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കാനുള്ള സമയമാണിത്. കേരളത്തിന്റെ വികസനത്തിനാവശ്യമായ പിന്തുണ കേന്ദ്രത്തിൽ നിന്നുണ്ടാകുമെന്നറിയിച്ച നിതിൻ ഗഡ്കരി സംസ്ഥാനത്ത് ആരംഭിക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചും വിശദീകരിച്ചു. This is appropriate time that we need to exploit this potential. And I will appeal to the people, the investors, please invest in Kerala. We are with the state government and we will support by giving good infrastructure, international standard infrastructure to Kerala. That is my assurance to all of you. മന്ത്രി പി രാജീവിനെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പ്രസംഗം ആരംഭിച്ചത്. മികച്ച പാർലമെന്റേറിയനായിരുന്നു പി രാജീവ് എന്ന് ചൂണ്ടിക്കാട്ടിയ പീയൂഷ് ഗോയൽ കേരളത്തിലെ നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും വ്യക്തമാക്കി. സിൽവർ ലൈൻ പദ്ധതിയെ അദ്ദേഹം പുകഴ്ത്തിയതും ശ്രദ്ധേയമായി. And I was just telling the Honorable Chief Minister that when Mr. P. Rajiv was an Honorable Member of Parliament in the Rajya Sabha, along with me, and in the initial period we were both in opposition together, I can say on record that he was one of the finest parliamentarians I have come across in my life. Come to express the central government's solidarity and full support to invest Kerala. കൊച്ചി വാട്ടർ മെട്രോ രാജ്യത്തിന് മാതൃകയെന്നായിരുന്നു ചടങ്ങിൽ സംസാരിച്ച കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൌധരി ചൂണ്ടിക്കാട്ടിയത്. ഉപഭോക്തൃ സൌഹൃദമായ കൊച്ചി മെട്രോയെക്കുറിച്ച് പഠിക്കാൻ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് കേരളത്തിലേക്ക് വരാൻ അഭ്യർത്ഥിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി പറഞ്ഞു. While Mumbai is the gateway of India, Honorable Minister working for the nation but represents Mumbai, he won't mind. Kerala is the gateway to developed India. And I can tell you because the state of UP just recently in February has created a Inland Water Commission. And I'm going to go back and I'm going to request the Chief Minister in UP, Shri Yogi Adityanath ji, that we must study and approach the Kochi Water Metro model. I am aware that the Kochi One is also a first of its kind experience. കൈരളി ന്യൂസ്, കൊച്ചി. കേരളം നിക്ഷേപകരുടെ സ്വർഗമായി മാറുമെന്ന് മന്ത്രി പി രാജീവ്. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളിൽ കേരളം രാജ്യത്തിന് മാതൃകയാണ്. കേരളത്തിന്റെ സാധ്യതകൾ എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നും പി രാജീവ് ആവശ്യപ്പെട്ടു. This is the right time
And we, irrespective of other differences, political, ideological, and governance differences, we are together to attract more investment and create more employment opportunities to our own youth. This is the right time, this is the right place. On behalf of the government, I would like to invite you all to invest in this country, in this state. This is God's own country, now transformed as a heaven of investment.